ന്യൂസിലാൻഡിനെതിരെയുള്ള പരമ്പരയിൽ വൈറ്റ് വാഷ് ചെയ്യപ്പെട്ട ടീം ഇന്ത്യ പിന്നീട് നേരിട്ടത് ഓസ്ട്രേലിയയാണ്. 5 മത്സര ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ ടെസ്റ്റിൽ ഇന്ത്യയുടെ പ്രകടനം കണ്ടപ്പോൾ ആരാധകർ ആശ്വസിച്ചു. നിസ്സാരമായി പരമ്പര സ്വന്തമാക്കാം എന്ന് പ്രതീക്ഷിക്കുകയും ചെയ്തു. എന്നാൽ പിന്നീട് നടന്ന ടെസ്റ്റിലെല്ലാം ദയനീയമായി ഇന്ത്യ പരാജയപ്പെട്ടു. അതിൽ തന്നെ മൂന്നാമത്തെ ടെസ്റ്റ് പരമ്പരയിൽ ഇന്ത്യയെ രക്ഷിച്ചത് മഴയാണ്. ഇന്ത്യ ഇത്രയും തകർന്നടിയാൻ കാരണം ബാറ്റിംഗ് നിരയാണ്. വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയുമെല്ലാം വമ്പൻ പരാജയമായി. പെർത്തിൽ നടന്ന ആദ്യ ടെസ്റ്റിൽ സെഞ്ചുറി സ്വന്തമാക്കിയതൊഴിച്ചാൽ വിരാട് കോഹ്ലിയുടെ മറ്റ് പ്രകടനങ്ങളെല്ലാം ദയനീയമായിരുന്നു. അതും ടെസ്റ്റിൽ വിക്കറ്റിന് വഴങ്ങിയതെല്ലാം ഒരേ രീതിയിൽ എന്നതും താരത്തിന് തിരിച്ചടിയായി. ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും ഫോം ഔട്ടായിരുന്നു. ഒരു മാച്ചിൽ പോലും നല്ലൊരു ഇന്നിംഗ്സ് കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. ഫോം ഔട്ടിനെ തുടർന്ന് അവസാന ടെസ്റ്റ് മത്സരത്തിൽ നിന്ന് സ്വയം മാറി നിൽക്കുകയും ചെയ്തു. ഋഷഭ് പന്ത്, ശുഭ്മാൻ ഗിൽ എന്നിവരുടെയും ഫോം ഔട്ട് ഇന്ത്യക്ക് തിരിച്ചടിയായി. അവസാന ടെസ്റ്റിലെ ആക്രമണ സ്വഭാവം നിറഞ്ഞ ബാറ്റിംഗ് മാത്രമാണ് ടെസ്റ്റ് പരമ്പരയിലെ പന്തിന്റെ നേട്ടം. ഇത്തരത്തിൽ ഇന്ത്യയുടെ ടെസ്റ്റ് ടീമിനെ ആകെ ഫോം ഔട്ട് എന്ന വൈറസ് പിടികൂടിയിരിക്കുകയാണ്. എന്നാൽ ഇനി ഇതിൽ മാറ്റം വരേണ്ടത് അനിവാര്യമാണ്. ഇപ്പോഴത്തെ റെഡ് ബോൾ ക്രിക്കറ്റിൽ ഇന്ത്യൻ ടീം ബുദ്ധിമുട്ടുകയാണെന്ന് പുതുതായി നിയമിക്കപ്പെട്ട BCCI സെക്രട്ടറി ദേവ്ജിത്ത് സൈക്കിയ കൂടി തുറന്നു പറഞ്ഞിരിക്കുകയാണ്. BCCI സെക്രട്ടറിയായി നിയമിക്കപ്പെട്ട ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു സൈക്കിയ. ഇന്ത്യൻ ക്രിക്കറ്റിനെ പഴയ പ്രതാപത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നത് വലിയ വെല്ലുവിളിയാണെന്നും BCCI വിദഗ്ധരുമായി ചർച്ച നടത്തുകയാണെന്നും സൈക്കിയ പറഞ്ഞു. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യ മികച്ച പ്രകടനം നടത്തുന്നില്ല. ഓസ്ട്രേലിയയ്ക്കും ന്യൂസിലാൻഡിനുമെതിരായ അവസാനത്തെ 2 പരമ്പരകളും ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കിത് മനസ്സിലാകും. ഇത് വലിയ വെല്ലുവിളിയാണ്. ഇംഗ്ലണ്ടിനെതിരെ വൈറ്റ് ബോൾ ടെസ്റ്റ് പരമ്പരയിലാണ് ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. പോരായ്മകൾ എന്തുതന്നെയാണെങ്കിലും അവയെ മറികടക്കേണ്ടതുണ്ട് എന്നായിരുന്നു BCCI ആസ്ഥാനത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ സൈക്കിയ പറഞ്ഞത്. എല്ലാ വിദഗ്ധരുടെ അഭിപ്രായവും ഞങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. ഈ ചർച്ചകളിൽ നിന്ന് വളരെ മികച്ച ഫലം തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ മുന്നിലുള്ള അടിയന്തര വെല്ലുവിളി ഇംഗ്ലണ്ട് പരമ്പരയും അതിനുശേഷം ചാമ്പ്യൻസ് ട്രോഫിയുമാണ്. ICC ചെയർമാനും മുൻ BCCI സെക്രട്ടറിയുമായ ജയ്ഷ ചെയ്ത പ്രവർത്തനങ്ങൾ ഞാൻ മുന്നോട്ട് കൊണ്ടുപോകും എന്നും അദ്ദേഹം പറഞ്ഞു. ജയ്ഷയുടെ പിൻഗാമിയായി കഴിഞ്ഞ ദിവസമാണ് BCCI പുതിയ സെക്രട്ടറിയായി മുൻ ആഭ്യന്തര ക്രിക്കറ്റ് താരമായ സൈക്കിയയെ തിരഞ്ഞെടുക്കുന്നത്. സെക്രട്ടറി സ്ഥാനത്തേക്ക് മറ്റൊരു നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാത്തതിനാൽ അസം സ്വദേശിയായ ദേവ്ജിത്ത് സൈക്കിയ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു. എന്തായാലും പുതിയ BCCI സെക്രട്ടറി ടെസ്റ്റ് ടീമിൽ മാറ്റം കൊണ്ടുവരുമെന്ന് ഉറപ്പാണ്. ടെസ്റ്റ് ടീമിനെ പൊളിച്ചെഴുതാനാണ് സെക്രട്ടറി തീരുമാനിക്കുന്നത് എങ്കിൽ അവിടെ ആരൊക്കെ പുറത്താകും എന്നത് കണ്ടറിയേണ്ടി വരും. ഒരുപക്ഷെ പല താരങ്ങൾക്കും ഇംഗ്ലണ്ടിന് എതിരെ നടക്കുന്ന ടെസ്റ്റ് പരമ്പര കരിയറിലെ നിർണായക പരമ്പരയായിരിക്കും. എന്തായാലും പുതിയ സെക്രട്ടറി കൊണ്ടുവരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയായിരിക്കുമെന്ന് കണ്ടറിയാം.